ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭാര്യയായ രാധാദേവി അമ്മച്ചി 2005 മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അഗാധമായ മാനസിക ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഏത് കാര്യം ചെയ്താലും മനസ്സിലെന്തോ ഒരു വിങ്ങലുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ തമ്പുരാൻ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം തറയിൽ കിടക്കുന്നതാണ് കാണാൻ പറ്റുള്ളൂ. ശരിക്കും തമ്പുരാൻ ആ സമയം തൊട്ട് പിന്നെ തലകറക്കങ്ങളും BP ലോ ആകുന്നുണ്ട്. പിന്നെ ആ ടൈമിൽ നമ്മൾ ചെല്ലുമ്പോൾ തമ്പുരാനെ മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് നേരെ തമ്പുരാനെ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഡോക്ടർ സാംബശിവ സാറിനെ വിളിച്ചതിന് ശേഷം അദ്ദേഹം വരും. നാരങ്ങ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇതും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ BP കറക്റ്റാവും. പിന്നെ കോസ്മയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാറുണ്ട്. അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. 2013 തമ്പുരാൻ നാട് നീങ്ങുന്നത്. അതിന് കുറച്ച് വർഷത്തിന് മുമ്പ് തമ്പുരാൻ ഇവിടെ നിന്ന് ഉടുപ്പി യാത്ര ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉടുപ്പി പോയതിന് ശേഷം അവിടെ നിന്ന് നേരെ ശൃംഗേരി പോയി. ശൃംഗേരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വരവിൽ ഉടുപ്പിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. തമ്പുരാൻ 7 മണിക്കൊന്നും സാധാരണ ആഹാരം കഴിക്കാറില്ല. കഴിച്ചു. അത് കഴിഞ്ഞ് തമ്പുരാൻ മംഗലാപുരം മൂലം തമ്പുരാൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തമ്പുരാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ തിരിച്ച് പട്ടം കൊട്ടാരത്തിലേക്ക് വന്നു. വന്നതിന് ശേഷം തമ്പുരാൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയി. അപ്പോൾ ചെറിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുഡ് പോയ്സൺ ആയിരിക്കാം. പിന്നെ അവിടെ നേരെ ഉടൻ ചിത്രയിലേക്ക് കൊണ്ടുപോയി. ഉടൻ തന്നെ ഡോക്ടർ നരേന്ദ്രൻ വന്നു. അദ്ദേഹം കോസ്മയിലെ ഡോക്ടറാണ്. അദ്ദേഹം വന്നു തമ്പുരാനെ കണ്ടു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഒന്ന് ഭേദമായിട്ട് വീണ്ടും തിരിച്ചു വന്നു. അവസാന നിമിഷത്തിൽ തമ്പുരാൻ ഡിസംബർ 6 തമ്പുരാൻ്റെ ദേഹം ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ സ്റ്റാഫിനെ കൊണ്ടും തമ്പുരാൻ പൗഡർ ഇട്ടതിന് ശേഷം തടവാൻ പറയും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തമ്പുരാൻ പെട്ടെന്ന് ഓക്സിജൻ ഡൗണായി. ഡോക്ടർ ബാലകൃഷ്ണ സാറിനെ വിളിച്ചു. അദ്ദേഹം വന്നു. പൾസ് നോക്കിയപ്പം വളരെ കുറവ്. ഉടൻ തന്നെ ആംബുലൻസ് വന്നു. അദ്ദേഹത്തിനെ പൊക്കി നേരെ SVT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നേരെ ICUയിൽ അഡ്മിറ്റാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കറക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആയതിനു ശേഷം വാർഡിലേക്ക് മാറ്റി. അപ്പോൾ അശ്വതിനാൾ തമ്പുരാട്ടി പൊരുന്നേരം തമ്പുരാട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. ആഹാരം കഴിക്കാൻ പറഞ്ഞു. തമ്പുരാൻ ഇഡ്ഡലി കൊടുക്കാൻ വേണ്ടി തമ്പുരാട്ടിമാരെ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതിനുശേഷം തമ്പുരാൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെഡിൽ നിന്ന് എഴുതിക്കാൻ പാടില്ലെന്ന്. പക്ഷേ എന്നാലും തമ്പുരാൻ വാശിയാണ്, എനിക്ക് ബാത്റൂമിൽ പോയേ പറ്റുള്ളൂ. അവിടെ തമ്പുരാൻ അവിടെ നേരെ ബാത്റൂമിൽ പോയി കഴിഞ്ഞത് വീണ്ടും ഉണ്ടായി. പിന്നെ ഉടൻ തന്നെ സ്ട്രെച്ചർ കൊണ്ടുവന്ന് തമ്പുരാനെ ഉടൻ തന്നെ സ്ട്രെച്ചറിൽ കയറ്റി ഇവിടെ ICUയിലേക്ക് മാറ്റി. പിന്നെ അദ്ദേഹം ആഹാരമൊന്നും കഴിക്കാതെയായി. നമ്മൾ കരിക്കും വെള്ളമൊക്കെ തമ്പുരാന് കൊടുക്കുമെങ്കിലും അകത്ത് പോവില്ല, വെളിയിൽ കൂടി നേരെ ഇഞ്ഞ് പുറത്തേക്ക് പോകും. പിന്നെ തമ്പുരാട്ടിമാരുടെ അടുത്ത് എന്തോ ചോദിച്ചു, മൂക്കി കൂടി ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു ആഹാരം കൊടുക്കുന്നതിലേക്ക്. അപ്പോൾ മകനുണ്ടായിരുന്നു. മകൻ്റെ അടുത്ത് ചോദിച്ചു, ഇട്ടേക്കാൻ പറഞ്ഞു. പക്ഷേ മൂക്കിൽ ട്യൂബിൽ ഇട്ടെങ്കിലും തമ്പുരാൻ എല്ലാം വലിച്ചു വീരി ദൂരെ കളഞ്ഞു. വീണ്ടും അപ്പോൾ തമ്പുരാൻ അകത്ത് ഈ ട്യൂബ് ഇടുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. നമുക്ക് പുറത്ത് നിന്ന് അയ്യോ അയ്യോ എന്ന് വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. ട്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ തമ്പുരാൻ ആഹാരം നമുക്കങ്ങനെ ട്യൂബ് വഴി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ തമ്പുരാൻ ICUയിലേക്ക് പോയെങ്കിലും 2013 ഡിസംബർ 16 തമ്പുരാൻ നാട് നീങ്ങി 2:40.